ഉടമയായിരുന്നു ശ്രീ പി കെ വി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പഴയ ശൈലിയിൽപ്പെട്ടതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. റീൽസ് ഉണ്ടെങ്കിൽ എല്ലാം രക്ഷപ്പെട്ടു എന്നൊരു മട്ടിലാണ്. മറ്റാണെങ്കിൽ പദയാത്രയാണ് നടക്കുന്നത്. ഇപ്പൊ പദയാത്ര നടക്കുന്നത് വണ്ടിയിലാണ്. അങ്ങനെയല്ല, അത് വഴിയിൽ കൂടി നടക്കുന്ന പദയാത്ര വളരെ കുറവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ധാരാളം പദയാത്രകൾ ഉണ്ടാകും. ഇപ്പൊ അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നുമില്ല. വണ്ടിക്കകത്ത് കയറിയുള്ള പദയാത്രയാണ് അങ്ങനെയും കാണുന്നുള്ളൂ. അതുപോലെ ഒരു ആഘോഷ പ്രകടനങ്ങൾ കാണിച്ച് ആ രൂപത്തിൽ പോകുന്ന ഇതല്ല. നമ്മുടെ ചെറുപ്പക്കാരിൽ എന്റെ അഭിപ്രായത്തിൽ പാഠപുസ്തകമാക്കേണ്ട ചില ആളുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ എല്ലാ പേരുകളൊന്നും പറയുന്നില്ല, പക്ഷെ അതിലൊന്ന് ശ്രീ പി കെ വി തന്നെയാണ്. മറ്റു പേരുകൾ പലതുണ്ട്. എന്റെ മനസ്സിൽ ഇങ്ങനെ കത്തിത്തിളങ്ങി വരുന്ന ഒട്ടനവധി ആളുകളുടെ പേരുകളുണ്ട് പാഠപുസ്തകമാക്കാൻ പറ്റുന്ന. ഞാൻ സ്പീക്കറായതുകൊണ്ട് ഒരു കാര്യം പറയാം. നമ്മുടെ കോട്ടയം ജില്ലയില് 2 സ്പീക്കേഴ്സ് ഇതിനു മുമ്പുണ്ടായിരുന്നു. അതിലൊരു സ്പീക്കർ നമ്മളുടെ സിരക് തോമസ് സാറിന്റെ പിതാവ് സാർവത്രികനായ ആർവി തോമസ് സാറാണ്. 2ാമത്തെ ആള് ശ്രീ എ ജെ ജോണാണ്. അവരെ കുറിച്ച് ആർക്കെങ്കിലും ഒരു ആക്ഷേപം പറയാനുണ്ടോ? അവരെ കുറിച്ച് ആരെങ്കിലും വിമർശനം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ജനങ്ങളുമായി സഹകരിച്ചു പോവുകയും ഒരു എളിമയോടുകൂടി പോവുകയും ചെയ്യുന്ന കാര്യമാത്രം പ്രസക്തമായി മുന്നോട്ട് നീങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാ കാലത്തും സ്ഥാനമുണ്ടാകും ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ 2 കാര്യങ്ങളെ എടുക്കുന്നത്. ശ്രീ പി കെ വി ആ കാറ്റഗറിയിൽപ്പെട്ടതാണ്. അദ്ദേഹം ആ ജനസാണ്, ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹം എല്ലാ രൂപത്തിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ആളാണ് ഈ ഡോക്ടർ സിരക് തോമസ്.